അല്ലു അർജുന്റെ ഏറ്റവും പുതിയ ഫിലിമായ പുഷ്പ ദ റൂൾ അഥവാ പുഷ്പ 2 കണ്ടു. പുഷ്പ ദ റൈസ് വെച്ച് കമ്പയർ ചെയ്താല് സ്റ്റോറിയില് ഭയങ്കര വീക്കാണ് പുഷ്പ 2. പുഷ്പ എന്ന കഥാപാത്രത്തിന് നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഈ സിനിമയിലൂടെ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. വെറും ഒരു കൂലിയിൽ നിന്ന് പുഷ്പരാജ് ഇപ്പോൾ സിൻഡിക്കേറ്റിന്റെ തലപ്പത്താണ്. പുഷ്പയാണ് എല്ലാം. പുഷ്പ പറയുന്നതാണ് റൂള്. പുഷ്പ എന്ന ക്യാരക്ടർ അത്രമാത്രം വളർന്നിരിക്കുന്നു. പുഷ്പ ദ റൈസിലെ വില്ലനായ ഫഹദ് ഫാസിലിന്റെ ബൻവർ സിംഗ് ഷെഖാവത്ത് ഈ സിനിമയിലും നിറസാന്നിധ്യമായിട്ട് എത്തിയിട്ടുണ്ട്. പുഷ്പ 1-ല് ബൻവർ സിംഗ് ഷെഖാവത്ത് എങ്ങനെയായിരുന്നോ അതിന്റെ 10 മടങ്ങ് മണ്ടനായിട്ട് കാണിച്ചേക്കുവാണ് പുഷ്പ 2-ലൂടെ. പുഷ്പയെ തോൽപ്പിക്കാൻ ബൻവർ സിംഗ് ഷെഖാവത്ത് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും പുഷ്പ അങ്ങനെ ഊക്കിവിടും. ഈ പടം മൊത്തം ഫഹദ് ഫാസിലിന്റെ ബൻവർ സിംഗ് ഷെഖാവത്ത് ഊക്ക് മേടിച്ചു കൂട്ടുവാണ്. വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ ഈ പടം കണ്ട എനിക്ക് ഒരൊറ്റ ഫൈറ്റ് സീനാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. കാളിയുടെ രൂപത്തില് അല്ലു അർജുൻ വരുന്ന ഒരു സീനിലെ ഫൈറ്റ്, അത് പറയാതിരിക്കാൻ പറ്റില്ല, വേറെ ലെവലായിരുന്നു. ടീസറില് ആ ലുക്കൊക്കെ കണ്ടപ്പോ ബോറാകുമെന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷെ എനിക്ക് തെറ്റി. ഈ സിനിമയിലെ എല്ലാ ഫൈറ്റ് സീൻസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ടിപ്പിക്കൽ തെലുങ്കു മൂവിയിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാമോ അതൊക്കെ പുഷ്പ 2-ലുമുണ്ട്. മിക്ക ഫൈറ്റ് സീൻസും പരമ ബോറായിരുന്നു. ഗ്രാവിറ്റിക്കൊന്നും ഒരു വിലയുമില്ലേടെ. അതേപോലെയാണ് പൈസയുടെ കാര്യവും. ഈ സിനിമയില് കോടികൾക്കും വലിയ വിലയൊന്നുമില്ല. ലോജിക്ക് നോക്കാതെ കാണുന്നവരെ അത്യാവശ്യം ഈ സിനിമ തൃപ്തിപ്പെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുഷ്പ ദ റൈസില് പുഷ്പ തന്നെ അപമാനിച്ചതിന് റിവെഞ്ച് എടുക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ബൻവർ സിംഗ് ഷെഖാവത്ത്, അയാളുടെ കെണികളിൽ നിന്ന് പുഷ്പം പോലെ രക്ഷപ്പെടുന്ന പുഷ്പ, ഇതൊക്കെയാണ് പുഷ്പ 2-ല് നമുക്ക് എടുത്തു കാണുവാൻ സാധിക്കുന്നത്. സിനിമയിലെ അത്യാവശ്യം ചില സന്ദർഭങ്ങളിലെ കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമയുടെ അവസാനത്തോടെ പുഷ്പ 3 അഥവാ പുഷ്പ ദ റാംപേജ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടുത്ത സിനിമയെങ്കിലും ബെറ്റർ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പറയുന്ന പോലെ പുഷ്പ 2 അത്ര മോശം സിനിമയൊന്നുമല്ല. മറ്റുള്ളവർ പറയുന്ന കേട്ട് സിനിമ കാണാതിരിക്കാതെ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. ഓവറോൾ ഒരു ആവറേജ് മൂവി ആയിട്ടാണ് പുഷ്പ 2 കണ്ട എനിക്ക് തോന്നിയത്. പുഷ്പ ദ റൂള് നിങ്ങൾ കണ്ടോ? കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.